ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിംഗ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പോസ്റ്റ്ഗ്രസ് എസ്ക്യുഎൽ എന്ന് പറയുന്ന ഒരു ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. സോ ഈ പോസ്റ്റ്ഗ്രസ് എസ്ക്യുഎൽ നമുക്ക് എങ്ങനെ നമ്മുടെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്യാം, അത് നമുക്ക് ആപ്ലിക്കേഷനിൽ എങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. സോ പോസ്റ്റ്ഗ്രസ് എസ്ക്യുഎൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് ഇതിന്റെ സെറ്റപ്പ് ഡൗൺലോഡ് ചെയ്യണം ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ. സോ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഇതിൽ കയറുമ്പോൾ ഇവരുടെ ഡൗൺലോഡ്സിനകത്ത് നമുക്ക് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സോ എന്റേത് വിൻഡോസ് ആണ്. സോ വിൻഡോസ് ഞാൻ എടുക്കാം. സോ വിൻഡോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ററാക്റ്റീവ് ഇൻസ്റ്റാളർ ബൈ ഇഡിബി എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് ഇവിടെ താഴെ പോകുമ്പോൾ ഓരോ പോസ്റ്റ്ഗ്രസിന്റെ വെർഷൻ നമുക്ക് ഇതിനകത്ത് കാണാം. ഇതിനകത്ത് ലേറ്റസ്റ്റ് വെർഷൻ എന്ന് പറഞ്ഞാൽ 15 ആണ്. അപ്പൊ നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ ഡൗൺലോഡ് ദ ഇൻസ്റ്റാളർ സർട്ടിഫൈഡ് ബൈ ഇഡിബി എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് അതിനകത്ത് ക്ലിക്ക് ചെയ്യും. ഓക്കെ, സോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇഡിബിയുടെ സൈറ്റിലേക്ക് റീഡയറക്ട് ചെയ്ത് ഇവിടെ വരും. എന്നിട്ട് നമുക്ക് ഇവിടെ പോസ്റ്റ്ഗ്രസ് എസ്ക്യുഎൽ വെർഷൻ എന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ 16.RC1 എന്ന് പറയുന്നതാണ് പോസ്റ്റ്ഗ്രസ് എസ്ക്യുഎലിന്റെ വെർഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ലേറ്റസ്റ്റ് വെർഷൻ തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പൊ ഇവിടെ മാക് OS X, വിൻഡോസ് എക്സ് എന്ന് നമുക്ക് എഴുതിയിട്ടുണ്ട്. ഇപ്പോ വിൻഡോസ് നിങ്ങൾ 32 ബിറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് നോട്ട് സപ്പോർട്ടഡ് എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. മിനിമം നിങ്ങൾക്ക് വിൻഡോസിന്റെ 64 ബിറ്റ് തന്നെ വേണം. സോ ഞാനിത് ഡൗൺലോഡ് ചെയ്യാൻ പോകും. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് പോസ്റ്റ്ഗ്രസ് അല്ലാതെ നമുക്ക് വേറൊരു സോഫ്റ്റ്വെയർ ടൂൾ വേണം. അതായത് pgAdmin കൂടെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതൊരു പോസ്റ്റ്ഗ്രസ് എസ്ക്യുഎൽ ടൂൾ ആണ്. pgAdminന്റെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പോസ്റ്റ്ഗ്രസ് എസ്ക്യുഎലിന്റെ UI, അതായത് യൂസർ ഇന്റർഫേസ് കാണാൻ വേണ്ടിയാണ് നമുക്ക് pgAdminന്റെ സെറ്റപ്പും ആവശ്യമാണ്. സോ അതും കൂടെ ഡൗൺലോഡ് ചെയ്യണം. സോ ഇതിനകത്ത് ഡൗൺലോഡ് ഓപ്ഷനിനകത്ത് കയറുക. ഓക്കെ, അപ്പൊ നമ്മൾ pgAdminന്റെ ഒഫീഷ്യൽ സൈറ്റിനകത്താണ് വന്നിരിക്കുന്നത്. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഡൗൺലോഡ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ഡൗൺലോഡിനകത്ത് നമുക്ക് ഇതിനകത്ത് ഓരോ ടൂൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പൈത്തൺ, APT, RTM അങ്ങനെ കുറെ എഴുതിയിട്ടുണ്ട്. നമുക്ക് വിൻഡോസിന്റെ ഒരു സെറ്റപ്പ് ആണ് വേണ്ടത്. സോ pgAdminന്റെ ലേറ്റസ്റ്റ് വെർഷൻ എന്ന് പറയുന്നത് pgAdmin 4v7.6 ആണ്. റിലീസ്ഡ് August 24, 2023. സോ നമുക്ക് ലേറ്റസ്റ്റ് വെർഷൻ ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. എന്നിട്ട് ഇവിടെ നമുക്ക് ഈ സൈറ്റിനകത്ത് വരുമ്പോൾ നമ്മൾ ഇത് സെലക്ട് ചെയ്യുക. ഇതിന്റെ EXE ഫയലാണ്. EXE ഫയൽ ക്ലിക്ക് ചെയ്തതാണ്. ഓക്കെ, സോ ഞാൻ പോസ്റ്റ്ഗ്രസും pgAdmin ഈ രണ്ടും സെറ്റപ്പ് നമുക്ക് ആവശ്യമാണ് പോസ്റ്റ്ഗ്രസ് SQL യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഇനി ഇവിടെ നെക്സ്റ്റ് അടിക്കുക. സോ ഡീഫോൾട്ട് ഇൻസ്റ്റാളേഷൻ ഡയറക്ടറി എന്ന് പറയുന്നത് C-ലോട്ടായിരിക്കും. അതിൽ നമ്മളൊന്നും ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. സോ പോസ്റ്റ്ഗ്രസ് SQL ഇതൊക്കെ ഡീഫോൾട്ട് ആയിട്ട് ചെക്ക് ആയിരിക്കും. ഇതിൽ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. സോ നമ്മളുടെ ഡേറ്റ ഡയറക്ടറി, അതായത് നമ്മളുടെ ഡേറ്റ എവിടെ സേവ് ചെയ്യുന്ന പറഞ്ഞാൽ സിക്കകത്തായിരിക്കും. ഇത് ഡീഫോൾട്ട് ഡേറ്റ ഡയറക്ടറി ആയിരിക്കും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഞാനിവിടെ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ഞാനിവിടെ നെക്സ്റ്റ് പോകും. ഓക്കെ, സോ ഇതൊരു ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ്. ഇത് നമ്മളുടെ ഡേറ്റാബേസിന്റെ സൂപ്പർ യൂസർ ആണ്. പോസ്റ്റ്ഗ്രസ് ആണ് ഇതിന്റെ യൂസറിന്റെ നെയിം. നമ്മൾ പാസ്വേഡ് ഓർത്തിരിക്കുക. ഓക്കെ, ഞാനിവിടെ തൽക്കാലം പാസ്വേഡ് ഞാൻ 1 2 3 4 നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പാസ്വേഡ് സെറ്റ് ചെയ്യാം. സോ നെക്സ്റ്റ് അടിക്കുക. പോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പോർട്ട് വേണമെങ്കിലും സെർവർ, ഏത് സെർവറിലാണ് പോർട്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് പോർട്ട് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം. ഇവിടെ ഡീഫോൾട്ട് ലോക്കൽ, ഇവിടെ ഞാനൊന്നും ചെയ്യുന്നില്ല. ഇൻസ്റ്റാളേഷൻ എല്ലാം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് അടിക്കുമ്പോൾ സെറ്റപ്പ് ഈസ് നൗ റെഡി ടു ബിഗിൻ എന്നാണ്. ഓക്കെ, സോ ഇത് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ നമ്മളെ ഇവിടെ
പോസ്റ്റ്ഗ്രസ് എസ്ക്യൂഎൽ സക്സസ് ആയിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ പോസ്റ്റ്ഗ്രസ് എസ്ക്യൂഎൽ നമ്മൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് pgAdmin ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, സോ pgAdmin 4 നമ്മൾ ഡൗൺലോഡ് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് ഇതിനെ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, സോ നമ്മൾ ഇവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഐ അക്സെപ്റ്റ്. ഡീഫോൾട്ട് പാത്ത് ഇവിടെ കാണിക്കുന്നുണ്ട്. pgAdmin 4 എന്ന് പറഞ്ഞ പേരിലായിരിക്കും. ഇനി നമുക്കിവിടെ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, നമ്മൾ pgAdmin 4 ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിനിഷ് ക്ലിക്ക് ചെയ്ത് pgAdmin നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഓക്കെ, അപ്പൊ നമ്മൾ ഇതാണ് ഇതിന്റെ യൂസർ ഇന്റർഫേസ്. ഇനി നമുക്ക് ഇതിനെ കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ പോസ്റ്റ്ഗ്രസിന് യൂസർ നെയിമും അതുപോലെ നമ്മൾ പാസ്വേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം. ഇനി നമുക്ക് ഇതിനെ ആ പാസ്വേഡ് നമ്മൾ ഇവിടെ കൊടുക്കണം. 1 2 3 സേവ് പാസ്വേഡ് കൊടുക്കുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ pgAdmin 4ന്റെ അതായത് പോസ്റ്റ്ഗ്രസിന്റെ യൂസർ ഇന്റർഫേസ് ഇതാണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഡേറ്റാബേസ് ഓൾറെഡി ഡീഫോൾട്ട് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡേറ്റാബേസിനകത്ത് പോസ്റ്റ്ഗ്രസ് എന്ന് പറയുന്നത് ഒരു ഡീഫോൾട്ട് ഡേറ്റാബേസ് ആണ്, അത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയി. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഡേറ്റാബേസ് നമുക്ക് വേണമെങ്കിൽ പുതിയതൊരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിവിടെ ക്രിയേറ്റ് ഡേറ്റാബേസ്. ക്രിയേറ്റ് ഡേറ്റാബേസിൽ ഞാൻ ഇവിടെ എന്റെ റെക്കോർഡിംഗ് ചാനൽ നെയിം കൊടുക്കാം. കമന്റ് വേണമെങ്കിൽ this is for testing. നമ്മൾ സേവ് ചെയ്യാം. ഓക്കെ, സോ ഇതിനകത്ത് ഞാനൊരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇവിടെ ഇവിടെ ഓരോ പല ഇത് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്കീമാസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സ്കീമാസിനകത്താണ് നമ്മൾ ഇവിടെ ടേബിൾസ്. ഓക്കെ, നമ്മളിവിടെ ടേബിൾസ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ആപ്ലിക്കേഷന് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഈ ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത ഡേറ്റാബേസ്, ഓക്കെ, ന്യൂലി ക്രിയേറ്റഡ് ഡേറ്റാബേസിനെ നിങ്ങളുടെ ആപ്ലിക്കേഷനകത്ത് സെറ്റപ്പ് ചെയ്യുക. അപ്പൊ അതിനകത്ത് നിങ്ങളെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ ടേബിൾസ് ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്ന് വീഴും. ഓക്കെ, സോ ഇതാണ് പോസ്റ്റ്ഗ്രസ് SQL നമ്മൾ എങ്ങനെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദെൻ ബൈ.